ഇന്നലത്തെ വല്ലാത്ത രാത്രിയിൽ ഡൽഹിയിൽ സംഭവിച്ച എന്താണ് എന്നതിന് ഇപ്പോഴും കൃത്യമായ വ്യക്തത ഉണ്ടാവുന്നില്ല. അത് ഒരു കാർ അപകടമല്ല എന്നതിൽ മാത്രമാണ് ഒരു വ്യക്തതയുള്ളത്. സ്ഫോടനം ഉണ്ടായെങ്കിൽ അത് എങ്ങനെയാണ് സ്ഫോടനം ഉണ്ടായത്, ഉപയോഗിച്ച സ്ഫോടക വസ്തു എന്താണ്, ഏറ്റവും പ്രധാനം ആരാണ് ഈ അധമ പണിക്ക് പിന്നിൽ എന്ന കാര്യമൊന്നും ഇപ്പോഴും വ്യക്തമല്ല. ഡോക്ടർ ഉമർ എന്നൊരാളുടെ പേര് കേൾക്കുന്നുണ്ട്. അയാളാണ് കാർ ഓടിച്ചതെന്നും ഈ പറയുന്ന ചാന്ദിനി ചൗക്കായിരുന്നു ലക്ഷ്യമെന്നും അതിനു മുമ്പ് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുമൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അത് ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നതാണ്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ വെർഷൻ അല്പസമയത്തിനകം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഉത്തരവാദികളെ വെറുതെ വിടില്ല എന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കുറ്റവാളികളെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരും എന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി തന്നെ പറയുമ്പോൾ അതിൽ കൃത്യമായ ഉത്തരവാദികളും കൃത്യമായ കുറ്റവാളികളും ഉണ്ട് എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ ആരാണ് ആ കുറ്റവാളികൾ, ഏത് സംഘടനയാണ് അതിൻ്റെ പിന്നിലുള്ളത്, ഫരീദാബാദ് ഓപ്പറേഷനുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ, അവിടെ അറസ്റ്റിലായവരും ഈ ഉമറിനും ഡോക്ടർ മുസമിൽ അടക്കമുള്ളവരുമായും ഈ ഉമറിനും എന്താണ് ബന്ധം എന്ന കാര്യമൊക്കെ ഇനി അന്വേഷണത്തിൽ വ്യക്തമാവേണ്ടതാണ്. അജീഷ് ജയമാറ്റിരുന്നു. അജീഷ്, 9 നിലവിൽ സ്ഥിരീകരിക്കപ്പെട്ട മരണം. ബാക്കി പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ആശുപത്രിയുടെ വിവരങ്ങൾ കൂടി എന്താണ് അജീഷ്? ഹാഷ്മി, നിലവിൽ നമ്മൾ ഔദ്യോഗികമായി കിട്ടുന്ന അറിയിപ്പ് എന്ന് പറയുന്നത് മരണസംഖ്യ 9 എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മോർച്ചറിക്ക് മുന്നിലാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഈ ആശുപത്രിയിൽ നിന്ന് കിട്ടിയ മറ്റൊരു അറിയിപ്പ് അനുസരിച്ച് ഇവിടെ കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങളുണ്ട്. പക്ഷേ അത് DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് ഈ അക്കൗണ്ടബിൾ ആക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതൊരു മരണക്കണക്കിന്റെ കൂട്ടത്തിൽ പെടുത്തുകയുള്ളൂ എന്നാണ് നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ്. അതുകൊണ്ടാണ് മരണസംഖ്യ ഇപ്പോഴും 9 എന്ന നിലയിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ ഇത് DNA പരിശോധന അടക്കം പൂർത്തിയായി കഴിഞ്ഞാൽ അതിന് മരണസംഖ്യ ഉയർന്നേക്കാം. നിലവിൽ 7 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 4 പേരുടെ മൃതദേഹം അവരുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. അതിൽ 3 പേർ UP സ്വദേശികളാണ്. 1 മീററ്റിലും 2 പേര് അമ്രോഹർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളവരാണ്. അവരെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കച്ചവട ആവശ്യത്തിനുമായിട്ടും വന്നവരാണ്. സുഹൃത്തുക്കളെ കൊണ്ടാക്കാൻ വേണ്ടി വന്നവരുണ്ട്. അങ്ങനെ പല ആവശ്യങ്ങൾക്കായി ഈ ചാന്ദിനി ചൗക്കിലേക്ക് എത്തിയവരാണ്. അവരെയാണ് ഈ ഇന്നലെ നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. അവരുടെ മൃതദേഹം 4 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ ഒരാളുടെ മൃതദേഹങ്ങൾ കൂടിയാണ് ഇനി തിരിച്ചറിയാനുള്ളത്. പലരുടെയും ബന്ധുക്കൾ ഈ അവരുടെ ഉറ്റവരെ കാണാനില്ലെന്ന് പറഞ്ഞു ചിലരൊക്കെ ഫോട്ടോയൊക്കെ കാണിച്ച് ഈ ആശുപത്രിയുടെ മുന്നിലേക്ക് വരുന്നുണ്ടായിരുന്നു. നമ്മൾ അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ ആശുപത്രി അധികൃതരോട് സംസാരിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരാളുടെ മൃതദേഹം ഇങ്ങനെയില്ല, അല്ലെങ്കിൽ പരിക്കേറ്റവരുടെ കൂട്ടത്തിലില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരം. 30-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ചിലരുടെ നില ഗുരുതരമാണ്. പക്ഷെ ബാക്കിയുള്ളവരുടെ നിലയെല്ലാം തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ DNA പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ ചില നിർണായക വിവരങ്ങൾ കൂടി കിട്ടുമെന്നാണ് പോലീസും കരുതുന്നത്. കാരണം ഇതൊരു ചാവേർ ആക്രമണമാണെങ്കിൽ, അല്ലത് ആ വാഹനം ഓടിച്ചിരുന്നത് ഡോക്ടർ ഉമർ ആണെങ്കിൽ ഒരുപക്ഷെ ആ ആക്രമണത്തിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ, ആ മൃതദേഹത്തിന്റെ കൂട്ടത്തിൽ ആ കൊലയാളിയും ഉണ്ടായിരിക്കും എന്നുള്ളത് പോലീസ് കരുതുന്നുണ്ട്. പക്ഷെ അത് ഈ ചിന്നിച്ചിതറിയ നിലയിൽ പല മൃതദേഹങ്ങളുമുണ്ട്. അതെല്ലാം DNA പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ പോലീസ് അന്വേഷണത്തിൽ തന്നെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് ആ കാര്യങ്ങൾ കൂടെ കടക്കും. എന്തായാലും പോലീസ് എല്ലാ വശവും പരിശോധിക്കുന്നുണ്ട്. ഈ അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ റെയ്ഡിൽ കണ്ടെത്തിയ രാസവസ്തുക്കൾ, ആ രാസവസ്തുക്കൾ അല്ലെങ്കിൽ അന്ന് പിടികൂടിയ ആളുകൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്ഫോടനം നടന്ന ലാൽഖിലയ്ക്ക് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളായിട്ടുള്ള പഹർഗഞ്ച്, ദരിയാഗഞ്ച് പോലുള്ള സ്ഥലങ്ങളുടെ ഹോട്ടലുകൾ, അത് പോലീസ് ഇന്നലെ രാത്രി മുതൽ തന്നെ ഏതാണ്ട് 100-ലധികം ഹോട്ടലുകൾ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ രാത്രി മുതൽ തന്നെ പോലീസ് വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. അവിടുത്തെ രജിസ്റ്ററുകൾ വിശദമായിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ, ഏതാണ്ട് 100-ലധികം CCTV ക്യാമറകൾ, ഈ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ള ക്യാമറകൾക്ക് കൂടാതെ ട്രാഫിക് സിഗ്നലുകൾക്ക് പുറത്ത് വെച്ചിട്ടുള്ള ക്യാമറകളിലടക്കം പോലീസ് വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. സംശയാസ്പദമായി ഈ കാണപ്പെടുന്ന ഈ I-20 കാർ ഇത് ഏതൊക്കെ വഴിയിലൂടെയാണ് സഞ്ചരിച്ചത്, എവിടെയൊക്കെയാണ് 8 മണിക്കൂറാണ്. അതായത് ഈ I-20 കാറിന്റെ 8 മണിക്കൂറുള്ള സഞ്ചാരപഥം ബാക്കിലേക്ക് ട്രാക്ക് ചെയ്യാണ് പോലീസ്. 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2.5-3 കിലോമീറ്റർ ചുറ്റളവിലെ CCTVകൾ ഇതിനോടകം തന്നെ പലയിടത്തെ CCTVകൾ ശേഖരിച്ചിട്ടുണ്ട്. അവിടെ CCTV ദൃശ്യങ്ങൾ കിട്ടാൻ വലിയ പാടുള്ള മേഖലയല്ല. കാരണം നമ്മൾ നേരത്തെ പലയാവർത്തി പറഞ്ഞതുപോലെ അത്രത്തോളം ഐക്കോണിക്കാണ്, അത്രത്തോളം തന്ത്രപ്രധാനമായ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉള്ള മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ ക്യാമറ ദൃശ്യങ്ങൾക്ക് എന്തായാലും കുറവുണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നതാണ് പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.